നമ്മൾക്ക് നൽകിയത്. ഒന്നാം വാർഡിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നഗരസഭയിലെ ആദ്യ വാർഡുകൾ എണ്ണുമ്പോൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഒന്നാം വാർഡിൽ നിന്നൊരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത് കേൾക്കാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, വികസനം ലഭ്യമായത് കൊണ്ടായിരുന്നില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം കൊടുത്തത് കൊണ്ടതായിരുന്നില്ല. അവിടുത്തെ താൽക്കാലികമായിട്ടുള്ള ചില അവസ്ഥകളെയും പണത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ കഴിഞ്ഞ 25 വർഷത്തോളമായി നമ്മുടെ ജനപ്രതിനിധികൾക്ക് വിജയിച്ചു വരാൻ കഴിയാതെ പോയ മണ്ണിൽ അത്യുജ്വലമായ ഭൂരിപക്ഷത്തിനാണ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഇവിടുത്തെ ചില CPM-ന്റെ പ്രവർത്തകന്മാരൊക്കെ വിളിച്ച വെല്ലുവിളി ഒരുപക്ഷെ അവരെ ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് വല്ല ഹൃദയാഘാതത്തിനും കാരണമായേക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ അവരാരെയും ഓർമ്മിപ്പിക്കുന്നില്ല. ഏതെങ്കിലും അമ്മ പെറ്റ ആൺകുട്ടികളുണ്ടോ എന്ന് മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചവരോട് ഇതാ പറയുന്നു. ഒന്നാം വാർഡിൽ നിന്ന് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി വിജയിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാം വാർഡിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷിഹാബിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ പ്രദേശത്ത് ഈ മേൽമുറിയിൽ 27-നുള്ളിൽ പൊടിയാടിന്റെ ഉൾഭാഗത്ത് ഈ ഷിഹാബിന്റെ ഒരു പ്രചരണത്തിന് ചെന്ന സമയത്ത് അവിടുത്തെ സഹപ്രവർത്തകന്മാർ പറഞ്ഞു, ഈ കോളനിയിൽ UDF-ന്റെ യോഗം സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇന്നലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നിരവധി ആളുകൾ ആ പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ യോഗത്തിൽ എന്ത് പറയുന്നുവെന്ന് കേൾക്കാൻ താല്പര്യപൂർവ്വം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് അവിടുത്തെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പറഞ്ഞു അത്രേ, പുറത്തേക്കിറങ്ങരുത്, നിങ്ങൾ വിവരമറിയുമെന്ന്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാതെ വീടുകളിൽ ഇരുന്ന ആളുകൾ CPM-ന് വിവരം പഠിപ്പിച്ചു കൊടുത്തു. മൂന്നാം വാർഡും ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർത്ത് വെച്ചു കൊടുത്തു പ്രബുദ്ധരായ വോട്ടർമാർ. ഇതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മളിവിടെ നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ ഫൈസൽ ബാബു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കണ്ണൂർ ജില്ലയുടെ റിസൾട്ട് ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെല്ലാ പൊതുയോഗങ്ങളിലും ആവർത്തിച്ച് പറയാറുണ്ട്, മുസ്ലിം ലീഗിന് മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച മലപ്പുറം ജില്ലയിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും അധ്യക്ഷ പദവിയിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വിജയിപ്പിച്ച് അയക്കാൻ ഭാഗ്യം ലഭിച്ച ജില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും 4 സീറ്റ് ഒഴികെയുള്ള മുഴുവൻ സീറ്റുകളിലും 28,000 അടക്കമുള്ള ഭൂരിപക്ഷത്തിന് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ വിജയിപ്പിക്കാൻ അവസരം ലഭിച്ച അത്രമേൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മലപ്പുറത്തിന്റെ ജില്ല. മലപ്പുറം ജില്ലയിലെ നഗരസഭകളുടെ പ്രധാനപ്പെട്ട നഗരസഭകളുടെ മുഴുവൻ ഭരണവും മുസ്ലിം ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കയ്യിലെത്തിയ മലപ്പുറം ജില്ല. പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും CPM-കാരുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, ഈ മലപ്പുറം ജില്ലയിലെ ഒരു വാർഡിൽ ഒരു CPM പ്രവർത്തകനുണ്ടെങ്കിൽ ആ CPM പ്രവർത്തകന് പിൻബലം കൊടുക്കാൻ ഒരു നോമിനേഷനിൽ ഒപ്പിടാൻ രണ്ടാമതൊരാളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രയാസമില്ല, ഭയമില്ല, പ്രചരണം നടത്താൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ എന്റെ സഹപ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ പല പ്രവർത്തകന്മാരും കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആന്തൂർ നഗരസഭയിലെ 14 വാർഡുകളിൽ CPM-ന് എതിരാളികളില്ലാതെ പോയത് ഈ പുളിച്ചു നാറിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാത്രത്തിനെ ആന്തൂരിലെ ജനത ഉൾക്കൊണ്ടത് കൊണ്ടല്ല, പിന്നെയോ നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തിന്റെയും നിങ്ങളുടെ മസിൽ പവർ പോളിറ്റിക്സിന്റെയും അവസാനത്തെ ഉദാഹരണം ഇന്നും അവശേഷിക്കുന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ മുസ്ലിം ലീഗിനെ കണ്ടു പഠിക്കണം. ചേർത്ത് പറയേണ്ട ചില രാഷ്ട്രീയ മുസ്ലിം ലീഗിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾ എന്നും പറയാറുള്ളത് പോലെ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പാർട്ടി രൂപീകരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു പഞ്ചായത്തിൽ പോലും മെമ്പറാകുമെന്ന് പ്രതീക്ഷിച്ച് ഈ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതില്ല. പഞ്ചായത്തിൽ പോലും നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കാതെ നിങ്ങൾ ഈ പ്രത്യാശാത്രത്തോടൊപ്പം ചേർന്ന് നിന്നാൽ ഖായിദുൽ ചേർത്ത് പറഞ്ഞു, ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, നിങ്ങളുടെ അഭിമാനം ആര് ചോദ്യം ചെയ്യപ്പെടുന്നുവോ, നിങ്ങളുടെ അഭിമാനം ആര് ബൽസിക്കുന്നുവോ, നിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒരു പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണം. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യ പാകിസ്ഥാനായി 2ആയി വിഭജിക്കപ്പെട്ടപ്പോ മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചേക്കേറിയപ്പോ തീരെ പരിമിതമായി പോയ 5 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ മാത്രമാണ് ഖായിദുൽ മുമ്പിൽ അന്നവശേഷിക്കുന്ന മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. മഹാനായ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ഇസ്മായിൽ, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷവും പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം എന്തിനാണ് നിങ്ങൾ ഒരു പരീക്ഷണവുമായി ഇനി മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പാർട്ടി രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യ കണ്ട എക്കാലത്തെയും യുഗപ്രഭാവനായ ഇന്ത്യയുടെ രാഷ്ട്രശില്പി മഹാനായ നെഹ്റുവിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, നെഹ്റുജി, ഈ സമുദായത്തിന് ഈ പാർട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരോടത് വേണ്ടെന്ന് വെക്കുന്നു പറയാൻ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിലായി എനിക്ക് അധികാരമില്ല.
അത് അവരുടെ താല്പര്യമാണ്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പ്രാർത്ഥനയും ചിന്തയും സൂഫി വര്യന്മാരായ നേതാക്കന്മാരുടെ പ്രാർത്ഥനകളും ഇന്നും കാലം 7 പതിറ്റാണ്ടിന് ശേഷവും ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഒരു വാർഡ് പോയത് എനിക്കെന്റെ പുട്ടിപ്പടിയിലെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമ്മൾ കേവലം ലീഗല്ല. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാലാകാല ആഖിറത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ തോൽപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല, നിങ്ങൾ തോൽപ്പിച്ചത് കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അല്ല, നിങ്ങൾ തോൽപ്പിച്ചത് മദ്രാസിലെ പള്ളിയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നേതാവ് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന സൂഫി വര്യന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ്. നിങ്ങൾ മുമ്പ് പിടിച്ച കൊടി പച്ചയായിരുന്നുവെങ്കിൽ, നിങ്ങൾ മുമ്പ് പിടിച്ച നേതാവിന്റെ പേര് പാണക്കാട് തങ്ങളായിരുന്നുവെങ്കിൽ, നിങ്ങൾ പിടിച്ച കൊടിയുടെ കളർ ഈ അർദ്ധചന്ദ്രാംഗ ഹരിത പതാകയായിരുന്നുവെങ്കിൽ, വഞ്ചിക്കുകയും ചതിക്കുകയും കൂടെ നിന്ന് പാലം വലിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം കായിദമില്ലത്തിന്റെ പാർട്ടിയിൽ അംഗമെടുത്തവർക്കില്ല. നിങ്ങളൊരു പക്ഷേ ആ കൊടി പിടിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കൊടിയുടെ പവിത്രത ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയല്ല പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ്. 5 വർഷം കൂടുമ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോണിച്ചിഹ്നത്തിൽ ആളുകളെ വിജയിപ്പിക്കാനുള്ള പാർട്ടിയല്ല പ്രിയമുള്ള മുസ്ലിം ലീഗ്. ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഊർജം ചെലവഴിച്ചിരുന്നുവെങ്കിൽ, ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് നിങ്ങൾ കോഴിക്കോടേക്ക് കടപ്പുറത്തേക്ക് നിങ്ങൾ വണ്ടിയിൽ എണ്ണയടിച്ച് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഈ പാർട്ടിയുടെ പേരിൽ നിങ്ങൾ മലപ്പുറത്ത് നടത്തിയ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ നിങ്ങളെ ഉറക്കമടിച്ച് ഈ പാർട്ടിയുടെ പ്രദേശത്ത് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, പിന്നെന്തിനാണ്? വ്യക്തികൾ ഈ പാർട്ടിയിൽ പ്രശ്നമല്ല, മത്സരിച്ച സ്ഥാനാർത്ഥി ഈ പാർട്ടിയിൽ പ്രശ്നമല്ല. മഹാനായ CH പറഞ്ഞു, പാർട്ടിയെ കണ്ട് നിങ്ങൾ ഈ പാർട്ടിയോടൊപ്പം നിൽക്കണം. നേതാക്കന്മാർ അവസരം ലഭിക്കുമ്പോ സാഹചര്യം ഒത്തുവന്നാൽ പ്രായോഗികതയുടെ പേരിൽ ഒരുപക്ഷെ പാർട്ടിയെ തള്ളി പറഞ്ഞേക്കാം. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ പിടിച്ച ഈ കൊടിയുണ്ടല്ലോ, ആളും അർത്ഥവുമില്ലാതെ പോയ രാജ്യത്തെ 13% വരുന്ന മുസൽമാന്റെ അന്തസ്സും ഇസ്സത്തും കാത്തു സൂക്ഷിച്ച കൊടിയാണ് ഈ കൊടിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആള് പ്രശ്നമല്ല. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ആ സമ്മേളനത്തിൽ അവസരം ലഭിച്ചപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ മുത്തറസൂൽ പഠിപ്പിച്ചു, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, 7 വൻപാപങ്ങൾ യുദ്ധത്തിൽ വെച്ച് പിന്മാറൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അത് തിന്മയാണ്, അത് മാപ്പില്ലാത്ത തിന്മയാണ്, അത് അറ്റമില്ലാത്ത പാതകമാണ്. അല്ലാഹുവിന്റെ മുത്തറസൂലിന്റെ കൂടെ ചാണിന് ചാൺ അനുചരന്മാരായി കടന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചതായി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും കാണില്ല. ബദറിലെ സഹാബി അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചിട്ടില്ല. ഹുദിൽ അല്ലാഹുവിന്റെ പ്രവാചകരോടൊപ്പം ചേർന്ന ഒരു സഹാബിയും അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചിട്ടില്ല. ഹന്തക്കിന്റെ രണാങ്കണ ഭൂമിയിൽ മുത്തു റസൂലിന്റെ കൂടെ ഒരു വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിനിധിയായി പോയ ഒരു സഹാബിയും അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിച്ചിട്ടില്ല. പിന്നെന്തിനാണ് 1500 വർഷം മുമ്പ് ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞു വെച്ചത്? കൂടെ നിന്ന് ഒപ്പം ഒരു നിയ്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോയി എവിടെങ്കിലും വെച്ച് ആരെങ്കിലും പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ മനസ്സറിഞ്ഞ് തൗബ ചെയ്തോ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ടൊന്നും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കാലമാണ് സാക്ഷി, ചരിത്രമാണ് സാക്ഷി, ഏകഹിലായ അള്ളാഹുവാണ് സാക്ഷി. ഏതൊരു വാർഡിൽ നിന്നാണോ 10 വർഷം മുമ്പ് ഞാൻ പരാജയപ്പെട്ടത്, അതേ വാർഡിലെ പ്രവർത്തകന്മാരാണ് 470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ചത്. അന്ന് തോറ്റപ്പോഴും പിടിച്ച കൊടി ഈ അർദ്ധചന്ദ്രാംഗിത ഹരിത പതാകയാണ്. ഇന്ന് വിജയിച്ച് ചെയർമാനായപ്പോഴും പിടിക്കുന്ന കൊടിയുടെ കളർ ഇതേ കൊടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പദവിക്ക് വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പാർട്ടി ഒറ്റുകൊടുക്കുന്നത്? ഈ അധികാരം കൊണ്ടെന്ത് കാര്യം? 5 വർഷത്തെ ഒരു സ്വാഭാവികമായ കേവലപരമായ അധികാരത്തിന് വേണ്ടി ആരൊക്കെ അധികാരികളായി കടന്നുപോയി? ലോക ചരിത്രത്തിൽ ഏതൊക്കെ രാജാക്കന്മാർ കടന്നുപോയി? ഏതൊക്കെ ഏകഛത്രാധിപതികൾ കടന്നുപോയി? എത്ര പ്രധാനമന്ത്രിമാർ സൃഷ്ടിച്ചുപോയി? പിന്നെന്തൊരു ഒരു മുനിസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാൻ? അതൊക്കെ ഒരു ആപേക്ഷികമായ പദവിയാണ്.
അതൊക്കെ ഒരു ടൈമുമായി ബന്ധപ്പെട്ട പദവിയാണ്. ഞാൻ നഗരസഭയിലെ പദവിയിൽ ഇരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് അവിടെ നമ്മൊരു മറ്റൊരു പ്രതിനിധിയാണ്. സ്വാഭാവികമായും അതിൻ്റെ അടുത്ത തവണ വരാനിരിക്കുന്നത് മറ്റൊരു പ്രതിനിധിയാണ്. ഈ അധികാരം കൊണ്ടൊക്കെ നാം ആഗ്രഹിക്കുന്നത്, അധികാരത്തിനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തി, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു അധികാരിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരാളുമായി സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് നാളെ മറുപടി പറയണം. ഞാൻ ആ വ്യക്തിയോട് ഹക്കിടപാടുകൾ തീർക്കേണ്ടതുണ്ട്. ആ വ്യക്തി എനിക്ക് വെട്ടുപുറത്ത് തന്നാൽ ഒരു പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഈ നഗരസഭയിലെ ഏതെങ്കിലും ഒരു പൊതു ഖജനാവിൽ നിന്ന് ഒരു കാലണ ഞാനെങ്ങാനും തൊട്ടുപോയാൽ 70,000 ആളുകൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി പറയാൻ വരുമെന്നുള്ള ഉത്തമമായ ബോധത്തോടു കൂടി തന്നെയാണ് പാണക്കാട് തങ്ങൾ ഈ പദവിയിലേക്ക് പ്രഖ്യാപിച്ചപ്പോ ഈ പദവിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ജീവിക്കാൻ വേണ്ടി അധികാരം ആരെങ്കിലും ഉപയോഗിക്കുന്നുവെങ്കിൽ, ഉപജീവനത്തിന് വേണ്ടി ആരെങ്കിലും രാഷ്ട്രീയത്തിന് കാണുന്നുവെങ്കിൽ, ഭൗതികമായ വ്യക്തികളോടുള്ള സ്നേഹത്തിനും സ്നേഹബന്ധത്തിന്റെയും ഏതെങ്കിലും അളവുകോലായി ഈ രാഷ്ട്രീയത്തിന് കാണുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നല്ലത് മുസ്ലിം ലീഗ് അല്ല, നീ പിറക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയിരുന്നയും പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നില്ല എന്നാണ് പറയാനുള്ളത്. കാരണം രാഷ്ട്രീയത്തിന് ഭൗതികമായ അളവുകോൽ കൊണ്ടുവച്ച് പരിശോധിച്ചാൽ, ഞാൻ യൂത്ത് ലീഗിന്റെ ക്ലാസ്സുകളിൽ എനിക്ക് ലഭ്യമായ അവസരത്തിലൊക്കെ പറയാറുണ്ട്, നമ്മളെക്കാൾ മികച്ച പാർട്ടി ഇന്ത്യയിൽ വേറെയുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പാർട്ടി നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ മുമ്പിൽ ആദ്യത്തെ വഴി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിന്ന് രാജിവെച്ച് സാധ്യതയുള്ള ഏതെങ്കിലും പാർട്ടിയെ തേടി ചെല്ലലാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പാർട്ടി രാവിലെ ഒരു അക്രമം എൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്ക് വന്നാൽ ഉച്ചക്ക് മുമ്പ് തിരിച്ചടിക്കാൻ കഴിവുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആവണം. എൻ്റെ ഈ പാവപ്പെട്ട പാർട്ടിക്ക്, പാണക്കാട് കൊടപ്പനക്കൽ തങ്ങളുടെ പാർട്ടിക്ക് രാവിലെ കിട്ടിയ അടിക്ക് ഉച്ചക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാവുന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻ അല്ല. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പദവിയും ഈ ലഭ്യമായ ഏതെങ്കിലും അവസരവുമെല്ലാം എൻ്റെ ഭൗതികമായ ഏതെങ്കിലും അലങ്കാരമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നല്ലത് ഈ മുസ്ലിം ലീഗ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കാതിരിക്കലാണ്. എൻ്റെ നീയത്ത്, എന്റെയും നിങ്ങളുടെയും നീയത്ത് പരിമിതമായ ദുനിയാവ് കൊണ്ട് ആഖിറം സൃഷ്ടിക്കലാണ് എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉള്ളിലുണ്ടെങ്കിൽ, സൂര്യന് താഴെ ഭൂമിക്ക് മുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോളം നന്മയുടെ ഒരു പാർട്ടി മുസ്ലിം ലീഗിന്റെ വിമർശകർക്ക് പോലും കാണിച്ചു തരാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഏറെ വിഷമത്തോടു കൂടിയാണ്, എന്തിനാണ് ലീഗിന്റെ പരിപാടികൾക്ക് വേണ്ടി നിങ്ങൾ പോയപ്പോ നിങ്ങളുടെ സാന്നിധ്യം ഒരുപക്ഷെ നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കൾക്ക് വീട്ടിൽ ആവശ്യമുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ ആവശ്യക്കാരായിരിക്കെയാണ് മാതാപിതാക്കളെ പോലും സഹായിക്കാതെ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് കോഴിക്കോട്ടേക്ക് കൊടിവെച്ച പച്ചപ്പതാക വെച്ച കാറിൽ പോയി സമ്മേളനം വിജയിപ്പിച്ചത്. നിങ്ങൾ ലീഗിന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിനും മറ്റും പോകുമ്പോ അന്ന് നിങ്ങൾ ഏതെങ്കിലും ജോലിയുള്ള ആളുകളാണെങ്കിൽ അവധിയെടുത്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ പണം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്ത്വനമായിരുന്നു, സഹായമായിരുന്നു നിങ്ങൾ ഈ പാർട്ടിയുടെ പരിപാടിക്ക് പോകുക വഴി നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. നിങ്ങളുടെ അധ്വാനവും സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച് നിങ്ങളൊരു ഏത് പാർട്ടിയോടൊപ്പം നിന്നുവോ അതേ പാർട്ടി തന്നെ തകരണമെന്ന് ഏതെങ്കിലും നിമിഷം നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ പോലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കായികമില്ലത്തിന്റെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വല്ലാത്ത വിഷമത്തോടു കൂടിയാണ്. കാരണം ഒരു CPM കാരന്റെ പ്രാപ്തി കൊണ്ടും 4-ാം വാർഡിൽ CPM വിജയിച്ചിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രാധാന്യവും പ്രസക്തിയും ഈ കെട്ടകാലത്തുണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ പോലും 8 മാസത്തിന് ശേഷമാണ് കണ്ണൂരിൽ ആദ്യമായിട്ട് പിണറായി എത്തുന്നത്. 8 മാസത്തിന് ശേഷം ജന്മനാട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും തൻ്റെ പ്രത്യാശാത്രത്തിന് ആവതില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയൊരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഇടതുപക്ഷ സ്വതന്ത്രൻ എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് പോലും പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിൽ ചെന്നപ്പോൾ ദേശാഭിമാനി 1-ാം പേജിൽ വാർത്ത എഴുതിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? തെരഞ്ഞെടുപ്പിൽ 8 മാസത്തിന് ശേഷം മുഖ്യൻ തലശ്ശേരിയിൽ ഇറങ്ങിയ രംഗം വാർത്തകളിൽ 1-ാം പേജിൽ കൊടുത്തു. ഇയാൾ വിജയിപ്പിച്ചു വിട്ടത് യുണൈറ്റഡ് നാഷന്റെ ഐക്യരാഷ്ട്രസഭയുടെ സഭയിലേക്കായിരുന്നുവോ? CPM-കാരെ നിങ്ങൾ പറ.
ഒരു മുനിസിപ്പൽ കൗൺസിലർ വാർഡിൽ രണ്ടാമത്തെ ദിവസം കാണാൻ വോട്ടർമാർ ചോദിക്കും, എവിടെ ഇയാൾ? MLA ഒന്നോ രണ്ടോ ദിവസം, ഒരാഴ്ച രണ്ടാഴ്ച കണ്ടില്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കും, അല്ല വോട്ട് വാങ്ങി തിരുവനന്തപുരത്തേക്ക് അയച്ച ഒരാളുണ്ടായിരുന്നല്ലോ, എവിടെ ഇയാൾ? മഹാനായ മർഹൂം E. അഹമ്മദ് സാഹിബ് 10 വർഷം തുടർച്ചയായി യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായപ്പോ യുണൈറ്റഡ് നാഷണലിലെ വരെ പ്രതിനിധിയായി അഹമ്മദ് സാഹിബ്, മഹാനായ മർഹൂം അഹമ്മദ് സാഹിബ് പോയ സമയത്ത് ഇന്ത്യയുടെ പ്രതിനിധിയായി ലോകരാഷ്ട്രങ്ങളിൽ നിരന്തരമായി ഇന്ത്യക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണ പല യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചു, അഹമ്മദ് സാഹിബിനെ കാണാനില്ലല്ലോ. എന്നാൽ പാർലമെന്റിലേക്ക് അയച്ച അഹമ്മദ് സാഹിബ്, മൻമോഹൻ സിംഗ് പാർലമെന്റിൽ നിന്ന് വിദേശത്തേക്ക് അയച്ച അഹമ്മദ് സാഹിബ് എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അഹമ്മദ് സാഹിബിനെ കാണാതിരുന്നപ്പോ ആളുകൾ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. 8 മാസത്തോളം തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി തെരഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പാർട്ടിക്ക് എന്ത് നന്മയുടെ പേരിലാണ് നമ്മളിൽ നിന്ന് ആരെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിലും ചിന്തിക്കാനെങ്കിലും അനുകൂലമായി ചിന്തിക്കാനെങ്കിലും തോന്നുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പാർട്ടിയുടെ ആശയത്തിന്റെ ആഴമറിയാതെ മഹാനായ കായികമില്ലത്തിന്റെ രാഷ്ട്രീയ ദർശനത്തിന്റെ വ്യാപ്തി ബോധ്യം വരാതെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാർ നേതൃത്വം നൽകുന്ന ഈ പാർട്ടിയുടെ ആന്തരികാത്മാവിന്റെ പവിത്രതയുടെയും വിശുദ്ധിയുടെയും ആഴമറിയാതെ ആരെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്കെതിരെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി പാർട്ടി പ്രവർത്തനത്തിന് എത്തുന്നതിന് മുമ്പ് വരേണ്ടത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രയാസത്തിന്റെയും ദുരന്തത്തിന്റെയും ഒരു എഡിഷനെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ നിങ്ങൾ വിജയിപ്പിച്ച ആളുകൾ ചുവന്ന ഹാരമണിഞ്ഞു പോയി എങ്കിൽ ആ ചുവന്ന ഹാരം ഏത് ഹാരമാണെന്നറിയോ നിങ്ങൾക്ക്? ബംഗാളിൽ നമ്മുടെ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരുടെ ബാബു പോയി, നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് ഗഫാർ, പലപ്പോഴും പറയും, ചില പ്രദേശങ്ങളിലൊക്കെ പാർട്ടി ചെറിയ രീതിയിലൊക്കെ സംഘടിപ്പിച്ച് വരുന്ന ബംഗാളിൽ നോമിനേഷന്റെ സമയമാകുമ്പോൾ CPM ഓഫീസിൽ നിന്നുള്ള ശക്തമായ ഇടപെടൽ മൂലം ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ നമ്മൾക്ക് അവിടെ കഴിയുന്നില്ല. 25 കൊല്ലം മുമ്പ് ബംഗാളിൽ ഭരിക്കാൻ അവസരം ലഭിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ചേർത്ത് വെക്കണം നിങ്ങൾ. ഒരു ഊക്കിന് നിങ്ങൾക്ക് കിണറിലേക്ക് ചാടാം, 100 ഊക്കിന് തിരികെ കയറാൻ കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ ബംഗാളിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ബംഗാളിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പാർട്ടി അവിടെ തകർന്നു പോയെങ്കിൽ 18 ലക്ഷത്തിലധികം വരുന്ന കർണാടകയിലെ മുസ്ലിങ്ങൾക്ക് നാളിതുവരെയും കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഹുദിയത്തിറക്കാൻ കഴിയാത്ത രീതിയിൽ ഏത് കർണാടക? കമറുൽ ഇസ്ലാം സാഹിബിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മന്ത്രിസഭയിലടക്കം പങ്കാളിത്തമുണ്ടായിരുന്ന കർണാടകയിൽ ഇന്ന് വലിയ പെരുന്നാളിന് ഹുദിയത്തിറക്കാൻ കഴിയാത്ത ഗതികളിലേക്ക് കർണാടകയിലെ മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ 33% മുസ്ലിങ്ങളുള്ള ആസാമിൽ നൊന്തുപറ്റ മാതാവിനെ ഒരു വശത്തും കുഞ്ഞിനെ മറ്റൊരു വശത്തേക്ക് മാറ്റിയ പൗരത്വ ഭേദഗതി വന്നപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ ആസാമിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പാർലമെന്റ് അംഗങ്ങൾ പോലും ഇല്ലാത്ത ഗതികേട് ആസാമിന്റെ മണ്ണിൽ ഉണ്ടായെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോ, മലബാറിലെയോ മലപ്പുറത്തെയോ കേരളത്തിലെയോ മുസ്ലിം ലീഗിനൊരു പോറൽ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കല്ല നഷ്ടം വരാനിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി. നമ്മൾ നിർവഹിച്ച രാഷ്ട്രീയത്തിന്റെ ആഴം എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചില്ല എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി വരുമ്പോ ഇന്ത്യയിൽ കഴിഞ്ഞ NRC ആക്ട് പ്രകാരം ആദ്യമായി ഈ രാജ്യത്തു നിന്ന് രാജ്യഭ്രഷ്ടരാവുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകൾ ആസാമിലെ മുസ്ലിങ്ങളാണ്. ബംഗ്ലാദേശിന്റെ അതിർത്തി പങ്കിടുന്ന ആസാമിൽ 33% വരുന്ന മുസ്ലിങ്ങളുള്ള ആസാമിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാൽ 9 പാർലമെന്റ് അംഗങ്ങളെ മറ്റാരുടെയും സഹായമില്ലാതെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തേക്കാൻ കഴിയാവുന്ന ആസാമിൽ ആദ്യമായി ഒരു വനിതാ മുസ്ലിം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനമായ ആസാമിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ 33% വരുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു MP ഉണ്ടായില്ല ഇന്ത്യൻ പാർലമെന്റിൽ എണീറ്റ് നിന്ന്. എന്തിനാണ് ഈ കാഠിന്യം നിങ്ങൾ ഈ സമുദായത്തിനോട് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ എണീറ്റ് നിന്നത് എന്റെയും നിങ്ങളുടെയും വോട്ട് കൊണ്ട്
ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ചെന്ന പാണക്കാട് കൊടപ്പനക്കൽ തങ്ങൾ കൊടപ്പനക്കൽ ഷിഹാബ് തങ്ങൾ ഹൈദരലി ഷിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ബഷീർ സാഹിബിന്റെ മണ്ഡലത്തിൽ നിന്ന് നിലവിലുള്ള ലിസ്റ്റിൽ NRCയിൽ ഒരാളുമില്ല. NRCയുടെ പൗരത്വ ഭേദഗതിയുടെ ചർച്ച നടക്കുമ്പോ ഹേ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യു ആർ അബ്സല്യൂട്ട്ലി ഷെയിം ഫോർ ദ നേഷൻ. നിങ്ങളുടെ രാജ്യത്തിന് അപമാനമാണെന്ന് മോഡിയുടെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടി പറയാൻ ആൺകുട്ടിയെ പോലെ തയ്യാറായ ഇന്ത്യയുടെ പാർലമെന്റിലെ ഒരേ ഒരു അംഗം പൊന്നാനിയിലെ മുസ്ലിം ലീഗുകാരൻ തെരഞ്ഞെടുത്തയച്ച ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ബഷീർ സാഹിബിന് അറിയാം ആസാമികൾ വന്ന് പൊന്നാനിയിൽ വോട്ട് ചെയ്യൂലെന്ന്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം ആസാമികൾ വന്ന് ഇവിടെ വോട്ട് ചെയ്യൂല. പിന്നെ എന്തിനു വേണ്ടിയാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കായികമില്ലെന്ന മഹാനായ സൂഫി വര്യം പറഞ്ഞു, അധികാരവും അന്തസ്സും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സമുദായത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്താൽ പകരം ചോദിക്കാനുള്ള ഒരു പാർട്ടിയാണ് ആ